മനുഷ്യാവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി ബെല്ല ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രത്യേക പരിപാടി എൻഡോസൾഫാൻ വിരുദ്ധ സമരനായിക ലീലാകുമാരി അമ്മ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യന് ജീവിക്കാനുള്ളതാണ്. ആകാശവും ഭൂമിയും ഒന്നും മനുഷ്യനിർമ്മിതമല്ല. അതിനാൽ മനുഷ്യന്റെ കടന്നുകയറ്റത്തെ നാം ശക്തിയായി എതിർക്കണം. തീർച്ചയായിട്ടും സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ആവശ്യമാണ്. അനാവശ്യമായ സാങ്കേതിക വിദ്യ ഇപ്പോൾ നിലവിലുണ്ട്. അതിനെ നാം തീർച്ചയായിട്ടും ശക്തിപൂർവ്വം എതിർക്കേണ്ടതാണ്. ഈ പ്രകൃതി സുന്ദരമായ കേരളത്തെ, അതുപോലെ തന്നെ ഈ ലോകത്തെ, ഭൂമിയിൽ വളർന്നു നിൽക്കുന്ന പച്ച കളഞ്ഞു കുളിച്ചുകൊണ്ടുള്ള വികസനം തീർച്ചയായിട്ടും നമുക്ക് ദോഷമേ സംഭവിക്കുകയുള്ളൂ. ശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഈശ്വരൻ. നമുക്ക് ശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഈശ്വരൻ എവിടെ, ലോകം എവിടെ? തീർച്ചയായിട്ടും ഈ പ്രകൃതിയിൽ സുന്ദരമായ ഒരു പ്രകൃതി സൗന്ദര്യത്തെ നശിപ്പിച്ചുകൊണ്ടുള്ള വികസനമാണ് ഇന്ന് നടക്കുന്നതെല്ലാം. അതിനെ തീർച്ചയായിട്ടും നാം രണ്ട് കൈയും എതിർക്കേണ്ട ഒരു അവസ്ഥ വന്ന് ചേർന്നിരിക്കുകയാണ്. വൻമരങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ട്, പച്ച മുഴുവൻ നശിപ്പിച്ചുകൊണ്ട്, വൻമതിലുകളും അതുപോലെ തന്നെ വൻ കെട്ടിടങ്ങളും വേണ്ടാത്ത വ്യവസായങ്ങളും അതുപോലെ ഈ ഒരുപാട് ആണവ നിലയങ്ങളൊക്കെ ഈ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ എല്ലാം ഏത് വിധേനയാണ് നശിപ്പിക്കുന്നത് നാം പോലും അറിയാത്തൊരവസ്ഥയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ശ്വസിക്കണം, ശുദ്ധവായു വേണം, ശുദ്ധമായ ജലം വേണം. വരും തലമുറ, അതാണ് നമ്മുടെ ലക്ഷ്യം. നല്ല ആരോഗ്യമുള്ള വരും തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഈ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യമില്ലാത്ത മക്കളുണ്ടായിട്ട് യാതൊരു കാര്യവുമില്ല. തീർച്ചയായിട്ടും നമുക്ക് ശ്വസിക്കണമെങ്കിൽ നല്ല ശുദ്ധവായു വേണം, ശുദ്ധമായ ജലം വേണം, ശുദ്ധമായ മണ്ണ് വേണം, ശുദ്ധമായ പ്രകൃതി സൗന്ദര്യം വേണം. പ്രകൃതി സൗന്ദര്യത്തെ പോലെ തന്നെയാണ് നമ്മുടെ ഇന്ന് വളരുന്ന തലമുറ വളർന്നു പന്തലിച്ച് വരേണ്ടത്. ആരോഗ്യമുള്ള മക്കളില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ലോകം എന്ന് ചിന്തിക്കാത്ത ഒരവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. PTA പ്രസിഡന്റ് രാജൻ ബെല്ല അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ ശശീന്ദ്ര ബാബു, M രാധാകൃഷ്ണൻ, PP രത്നാകരൻ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ PV ബാലകൃഷ്ണൻ സ്വാഗതവും A ശ്രീധരൻ നന്ദിയും പറഞ്ഞു.